അങ്ങനെ വേണ്ട, ഒന്നും കൂടെ എടുക്ക്. ആണ് നമ്മുടെ ആദ്യം ഇവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാത്തതാണ്. ഞാൻ കൊണ്ട് പോട്ടെ. എന്താ എടുത്തതുപോലെ കൊണ്ടുപോയി പോട്ടാ. അവസാനം എന്നെ ഇതിലോട്ടാക്കിയല്ലേ. ശരണ്യം എന്നെ എപ്പോഴും പറ്റി. അതെന്ത് എന്നെ അവിടെ കൊണ്ടിട്ടിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുവിടുന്നു. ഹേ ഗായ്സ്, അബീജർ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. ഞാൻ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ. നിങ്ങളെ സ്വന്തം ഏത് വകയില്? സുഹൃത്തുക്കളെ, അപ്പോൾ രാവിലെ നമ്മള് ലുലു മാളി വന്നു. അങ്ങനെ വേണ്ട, ഒന്നും കൂടെ എടുക്ക്. എന്റെ അടുത്ത് പറയിപ്പിക്കണ്ട, ഇയാള് പറഞ്ഞാ മതി, ചേച്ചി കാണിച്ചാ മതി. കുറ്റം പറയണ ഗൈസ്. ഹായ് പറ. സുഹൃത്തുക്കളെ, നമ്മളിന്ന് ലുലു മാളിലാണ്. നമ്മളൊരു ഷൂട്ടായിട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഓൺ ദ വേ ആരായിരിക്കും ക്യാമറമാൻ? ജയദേവ് ഓൺ ദ വേ ആണ്. രാവിലെ ഞാൻ നേരത്തെ ഇറങ്ങി വരാൻ പറഞ്ഞാണ്. അവൻ്റെ സാങ്കേതിക കാരണത്താൽ അവൻ കുറച്ച് ഡിലേ ആയി. ചെറുക്കം ആട്ടയൊക്കെ പിടിച്ച് വരെയാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു ഷൂട്ടിനായിട്ട് വന്നതാണ്. ഷൂട്ടിന് വന്നപ്പോൾ ഇവിടുത്തെ പുള്ളിക്കാരൻ വരുമ്പോൾ 2 മണിയാവും. അവരും തോട് വേറെ ഷൂട്ട് നടക്കണം ഗൈസ്. ട്രൈപ്പോഡൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യും. നമ്മളെ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. നമുക്ക് ഇതിനകത്ത് ലുലു കണക്കിനകത്താണ് ഷൂട്ട് അല്ലേ. നമ്മൾ ഇവിടെ വന്ന് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതിനകത്ത് ഒരു ഡാൻസ് എന്തെങ്കിലും എടുക്കണമെന്ന്. പക്ഷേ നമ്മൾ അടിച്ചിറക്കിയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അതേ സ്ഥലത്ത് തന്നെ ഇന്ന് ഞാൻ വന്ന് ഷൂട്ട് എടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഏത് പവർ, അതാണ് പവർ അല്ലേ. അപ്പം ഒരുത്തം തൂങ്ങിയെടുക്കുമ്പോൾ ഒരു കൊസു വന്ന് കടിച്ചപ്പോൾ ചെയ്യാൻ കൊസു പരിപാടി. ഒരു നാൾ മണിക്കൂർ കടിക്കുമ്പോൾ 10 പൊട്ടിന് പോയിടുക. ഒരു നാൾ ഇന്നൊക്കെ വന്ന് കഴിഞ്ഞ 2 വർഷം ഞാൻ ഇതിനകത്ത് വന്ന് കണ്ടന്റ് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കലും നടന്നു. പക്ഷെ ഇന്ന് എനിക്ക് ആ ഒരു കണ്ടന്റ് കിട്ടും സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഷൂട്ടിനായിട്ടുള്ള പ്രിപ്പയറിങ് കാര്യങ്ങളാണ് അല്ലേ. യെസ്. അപ്പം ഇനി ജയദേവ് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ അതിന് മുമ്പേ ഒരു ചായ പറഞ്ഞു. അത് ഇതുവരെ വന്നില്ല. അവിടെ ചായ അവിടെ സെറ്റാക്കണേ ഉള്ളൂ. ആ കടയിലാണ് ചായ പറഞ്ഞേക്കുന്നത്. ചായ മീൻസ് ചായ അങ്ങനെ പറയുന്നത് കോഫി. പെണ്ണ് കാണാൻ നടന്നു വരും പോലെയാണ് ഞാൻ പറഞ്ഞത്. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ ഒടുവിൽ കാത്തിരുന്ന സാധനം കിട്ടി. എൻ്റെ കയ്യിരിക്കുന്നത് ഒരു കോഫി, ഒരു ബ്ലാക്ക് ടീ, പിന്നെ ഒരു ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. എനിക്ക് നാണാവുന്നു. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മുടെ ലോഡഡ് ഫ്രൈസും കോഫി. ലോഡഡ് ഫ്രൈസ് കഴിക്കുന്ന ചേച്ചിയാണ്, ഞാനല്ല. അൻസാർ, നോട്ട് ദ പോയിന്റ്. അവൻ ഒന്നും പറയില്ല. അവൻ പറയും ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതെൻ്റെ ബ്ലാക്ക് കോഫി. ഡയറ്റ് ആണ്. ഇതിപ്പോ ഇവിടെ ഒന്ന് തുടങ്ങും. ഒരാൾ പറന്നു വരുന്നു ഒരാള്. എനിക്ക് അതുപോലെ പോകണം. എൻ്റെ ആഗ്രഹം എന്താ പറയുമ്പോൾ ഏതായാലും ജെറ്റിൽ നിന്ന് താഴെ ചാടി പാരച്യൂട്ടി വരണമെന്നല്ലാണ് എൻ്റെ ആഗ്രഹം. നന്നായി. ഒരു നാൾ നടക്കുമല്ല അതൊക്കെ. എന്തിനിങ്ങനെ സിമ്പിളായിട്ട് അടുത്ത് കഴിയും. ആരും ഒന്നും പറയുന്നില്ല. എനിക്ക് വേണ്ട. നല്ല ടേസ്റ്റ് കേട്ടോ. മതി, നിർത്തിയില്ലേ? ഇനി ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു നാൾ നോക്കിക്കോ, ഇതുപോലെ ഒരു ലുലു മാൾ ഞാനും പണിയും. ലുലു മാൾ ഞാൻ പണിയുന്നു. ഇതേപോലെ ലുലു മാളിൽ വന്ന് ഡാൻസ് ചെയ്യുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. എനിക്കിതുപോലെ ഒരു ലുലു മാൾ കിട്ടണം. ഭാവിയിൽ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ, ദൈവം സഹായിക്കുകയാണെങ്കിൽ ഞാനത് ഒത്തിരി നമ്മൾ പട്ടം മാളാക്കും. അതോ വരുന്നോ അഴുക്കച്ചെറുക്കം തോരും. വിളിവിൽ അഴുക്കച്ചെറുക്കം തോരും. ഒടുവിൽ രാജാവിന്റെ വരവിനെ നമ്മൾ കാത്തിരുന്നു. ഒടുവിൽ രാജാവെത്തി. ഗായ്സ്, അങ്ങനെ രാജാവ് ഒരു ഹായ് പറയടാ. ഒന്ന് കഴിഞ്ഞു നിനക്ക് വേണ്ടി വെച്ചിരുന്നോ?
എടാ നല്ല തിരക്കുണ്ടായിരുന്നോ വന്നോ ബസ്സിലല്ലേ മാമ ഞെരിച്ചെന്നോണല്ലേ ആട്ടോ ഞെരിച്ചെന്നോണല്ലേ സ്പീഡ് ഇട്ട് സുഹൃത്തുക്കളെ ഇപ്പം നമ്മളെ ഷൂട്ട് എടുക്കാൻ ഇന്ന് വന്നത് നമ്മളെ ജയദേവാണ് അല്ലേ എന്താ അത് ചായ പിടിക്കാൻ ഗ്ലാസ് എടുത്തേത് നമ്മളിനി ഒന്ന് സെറ്റായിട്ട് വരാം അല്ലേ നീ വാ തുറന്നാലും വല്ലതും നടക്കും ഓക്കെ ബൈ അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ കൂടെ സഹകരിച്ച 2 ചേച്ചിമാർ ഒന്ന് നിവേദിത ചേച്ചി മാനസ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതിന്റെ വീഡിയോ വരും അല്ലേ? നമുക്കിനി അല്ലാണ്ട് തന്നെ എപ്പോഴെങ്കിലും ഞാൻ കൊല്ലത്ത് വരുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ സ്റ്റുഡന്റ് ടീച്ചറിനെ പഠിച്ചതിന്റെ സ്റ്റുഡന്റ് ടീച്ചറിനെ പഠിപ്പിച്ചു അല്ലേ? ഓക്കെ ബൈ. അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ നടക്കട്ടെ ഗായ്സ്. പറയണോ ഗായ്സ്? അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു. നമ്മുടെ ക്യാമറമാനെ കൊണ്ട് യാത്രയാക്കാൻ പോകുന്ന സുഹൃത്തുക്കൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വന്നു എടുത്തു ഇറങ്ങി നമ്മളപ്പോ ലുല്ലുമാളിൽ നിന്ന് ഇറങ്ങി സുഹൃത്തുക്കളെ അല്ലേ. ഇനി നമുക്ക് ഫുഡൊക്കെ അടിച്ചിട്ടാണ്ട് ഇവന്റെ അടുത്ത ഷൂട്ട് ഭയങ്കര ഷെഡ്യൂള് ഭയങ്കര ബിസി മാനോട് പിടിച്ചാലും കിട്ടൂല. ഭയങ്കര ബിസിയുള്ള ദിവസങ്ങളിൽ വർക്ക് വരും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നീ വരുമല്ലോ. നമ്മളെ എടുത്ത ഷോട്ടൊക്കെ കോപ്പി ചെയ്തോണ്ടിരിക്കുകയാണ് എഡിറ്റർ. എന്റെ എല്ലാരും ചോദിക്കുന്നുണ്ട് കണ്ടന്റ് എടുക്കുന്നത് എഡിറ്ററൊക്കെ ആരാണെന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്നതാണ്, പിന്നെ റൈറ്റ് സൈഡ് ഇരിക്കുന്ന ആളാണ് ഇങ്ങനെ കണ്ട്രാക്ക്. അപ്പൊ ഗൈസ് ഇവിടെ നമ്മളെല്ലാം കോപ്പി ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഞാൻ ഇനി ഇവനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, ഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇറാനിയിലാണ് വന്നത് അല്ലേ? അഭിചേട്ടൻ തന്നെ. എന്ത് വേണം പറ പാവ. ഒരു ബോധം അവൻ ഫുഡ് വാങ്ങിക്കുന്ന സമയം പറ്റില്ല. ഇന്നെങ്കിലും ഉണ്ടല്ലോ നിനക്ക് ഭാഗ്യമില്ല, തിന്നാല്ല, വെള്ളം പിടിക്കാനായിട്ട് ഭാഗ്യമുള്ളൂ. ഹലോ, ഒരു കട്ട്ലറ്റ് മാത്രമാണോ എനിക്ക് മേടിച്ചത്? എന്താ ഒരു കട്ട്ലറ്റ് മാത്രമാണോ എനിക്ക്? ഒരാൾക്കൊന്ന് പോരെ? പോരാ, മേടിക്കാം. ആദ്യം കഴിക്കുക. അങ്ങനെ നീണ്ട ബ്ലോക്കിന് ശേഷം ഞാൻ കഴിക്കാൻ വേണ്ടി എത്തിയ കേട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നു, സിറ്റിയിൽ ഫുള്ള് ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ ചേച്ചിയുണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി വീടിൻ്റെ അടുത്തുള്ള കടയിൽ വന്നത്. അപ്പം രാവിലെ തൊട്ട് ഉച്ച വരെ അടിപൊളിയായിരുന്നു. ഉച്ച കഴിഞ്ഞ ശേഷം പിന്നെ ഭയങ്കര ചത്ത് ബ്ലോക്കല്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ളു, തളർന്ന് കേട്ടോ, വയ്യ, വണ്ടി ഓടിച്ച് വയ്യ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.